സൺഡേ ആയിക്കൊണ്ട് ഇന്ന് എന്നായിരുന്നു പരിപാടി എന്ന് ചോദിക്കുന്നില്ല. കാരണം സൺഡേ ആസ് യൂഷ്വൽ നമ്മുടെ റൊട്ടീൻ അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നൊരു ദിവസം കേട്ടോ. രാവിലെ എഴുന്നേൽക്കുന്നു, പള്ളിയിൽ പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഇന്ന് എനിക്ക് ജോലി ഉണ്ടായിരുന്നൊരു ദിവസം. അങ്ങനെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് രാവിലെ അലാമൊക്കെ വെച്ച് എഴുന്നേറ്റ് വാട്സപ്പിൽ മെസ്സേജ് നോക്കിയപ്പോൾ ഇതോ കിടക്കുന്നു നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി ഡ്രോപ്പ്. ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഇന്നലെ ചുമ്മാ തമാശയ്ക്ക് എന്നോട് വൈകുന്നേരം പറഞ്ഞു നാളെ മിക്കവാറും ഡ്യൂട്ടി ഡ്രോപ്പാന്ന്. ചുമ്മാ പറഞ്ഞതാണ്. പക്ഷെ രാവിലെ അത് കിട്ടിയപ്പോൾ ഉള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അതും പ്രത്യേകിച്ച് ഈ വീക്കെൻഡ് ഒക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലിയുടെ കൂടെ ഒരു ക്വാളിറ്റി ടൈം എന്നൊക്കെ പറയുമ്പോൾ എന്ത് സന്തോഷമുള്ള കാര്യമല്ലേ. കാരണം കഴിഞ്ഞ വീക്കെൻഡും എനിക്ക് ജോലിയായിരുന്നേ. അപ്പോൾ പിന്നെ ഈ വീക്കെൻഡ് അവധി കിട്ടിയപ്പം ഒരു വല്ലാത്ത ബഹുത്ത് സന്തോഷം. അങ്ങനെ രാവിലെ തന്നെ പിള്ളേരെ എല്ലാം വാരിക്കൂട്ടി നേരെ പള്ളിയിലോട്ട് പോയി. കഴിഞ്ഞ ആഴ്ച വരെ സൺഡേ സ്കൂൾ പിള്ളേർക്ക് ഓൺലൈൻ ആയിരുന്നു. ഇനി ജേഡുവിനോട് വണ്ടിയായിരിക്കുന്ന കുഞ്ഞാരാന്ന് ചോദിച്ചാൽ അത് ആത്തു കേട്ടോ, നമ്മുടെ എലിസബത്തിന്റെ കുഞ്ഞാ കേട്ടോ. ഞായറാഴ്ച സൺഡേ സ്കൂളിൽ നമ്മളിടത്തിലാണ് ആത്തു പള്ളി വരുന്നത്. എൻ്റെ വീഡിയോക്കകത്തൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ ആത്തും ജേഡും കൂടെ വണ്ടി ഇരുന്ന് ഭയങ്കര വാചോടിയായിരുന്നു. ആത്തും ഉണ്ടേ പിന്നെ ജേഡുവിന്റെ തള്ളങ്ങ് കൂടും കേട്ടോ. തള്ളി അറബിക്കടലും അവൻ ചെറുതായിട്ട് നികത്തും. അപ്പൊ ജസ്റ്റ് എന്ന് പറയും തള്ളടയല്ലേ മോൻ. അങ്ങനെ പിള്ളേരെ എല്ലാം സൺഡേ സ്കൂളിൽ കയറ്റി വിട്ടിട്ട് ഞാനും ജസ്റ്റിയും പതുപോലെ പള്ളി കുർബാനയ്ക്ക് കയറി. ശരിക്കും ഞായറാഴ്ച എങ്ങനെയാന്ന് വെച്ചാൽ ജസ്റ്റ് വണ്ടി പാർക്ക് ചെയ്തിട്ട് വരുമ്പോൾ തന്നെ ഞാൻ പിള്ളേരെ സൺഡേ സ്കൂളിലോട്ട് കയറ്റി വിട്ടിട്ട് പള്ളിയിൽ പോയി സീറ്റ് പിടിക്കുവേ. ഇന്ന് ജസ്റ്റ് വന്നപ്പോൾ തന്നെ ഞാൻ ഒരുമാതിരി ഫ്രണ്ടിലാണ് സീറ്റ് പിടിച്ചത് കേട്ടോ. അങ്ങനെ ജസ്റ്റ് വന്നപ്പോഴേ എന്നെ ഒരു നോട്ടം നോക്കിയേ. ആ നോട്ടത്തിലുണ്ട് എന്നാ പിന്നെ എന്തിനാ കഷ്ടപ്പെട്ട് ഇത്രയും ഫ്രണ്ട് ഇരിക്കുന്നത്, അച്ഛൻ്റെ മടിയിലോട്ട് കയറി ഇരുന്നോളാൻ മേലായിരുന്നോ എന്നൊരു ധ്വനി ആ നോട്ടത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായേ. കാരണം ജസ്റ്റിക്ക് അത്രയും ഫ്രണ്ടിലൊന്നും ഇരിക്കുന്നത് ഇഷ്ടമില്ല കേട്ടോ. ജസ്റ്റ് ഈ സൈഡ് സീറ്റ് വേണമെന്ന് പറയുന്നതിന്റെ പരാതി എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ നാട്ടിലെ പോലെ ആണുങ്ങൾ ഒരു സൈഡിൽ പെണ്ണുങ്ങൾ ഒരു സൈഡിൽ അങ്ങനെ അല്ല കേട്ടോ. എല്ലാവരും കൂടെ മിക്സ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ജസ്റ്റിയുടെ സൈഡ് വല്ല പെണ്ണുങ്ങളൊക്കെയാണ് ജസ്റ്റിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ജസ്റ്റ് നമ്മളെ തള്ളി ഉണ്ടല്ലോ, ചിലപ്പോൾ ഞാൻ ഓർക്കും എൻ്റെ തലയിലോട്ട് കയറി ഇരുന്നോളാൻ പറയാനായിട്ട്. അമ്മാതിരി നമ്മളിങ്ങനെ തള്ളിക്കൊണ്ട്. അതല്ല നമ്മൾ സൈഡ് സീറ്റിലൊന്നും അല്ല ഇരിക്കുന്നെങ്കിൽ പള്ളി കുർബാന കഴിയുമ്പോഴേ ചോദിക്കും നിനക്ക് സൈഡ് സീറ്റിങ്ങാൻ ഇരുന്നാൽ പോരാ, നിന്നോട് ആരാ പറഞ്ഞ് നടുക്ക് കയറിയിരിക്കാന്ന്. ഇതിപ്പോൾ നമ്മൾ വരുന്നത് നോക്കിയാലുണ്ട് സൈഡ് സീറ്റും കൊണ്ടിരിക്കുവാണോ. അയ്യോ വർത്താനം പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ലേ. അപ്പോൾ ശരി എന്നാൽ പോയേച്ചും വരാം.